സപ്ലൈകോ തേയില ലേല ക്രമക്കേട് കേസിൽ 8 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി ഇഡി. പ്രതികളുടെ എറണാകുളം, ഇടുക്കി ജില്ലകളിലായാണ് സ്വത്തുക്കൾ കണ്ടുകെട്ടിയത്. സപ്ലൈകോ ടി ഡിവിഷൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഷെൽജി ജോർജാണ് ഒന്നാം പ്രതി. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, വിശദാംശങ്ങൾ. ഈ സപ്ലൈകോക്ക് തേയില നൽകിയതുമായി ബന്ധപ്പെട്ട ക്രമക്കേടിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 8 കോടി രൂപ കണ്ടെത്തിയിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട ആധാരമായ സംഭവം ഇതാണ്. സപ്ലൈകോക്ക് തേയില വാങ്ങുക, ക്വാളിറ്റി കുറഞ്ഞ തേയില വാങ്ങുക, എന്നിട്ട് ഉയർന്ന വിലയിൽ കാണിക്കുക എന്നാണ് ആ രീതിയിലാണ് തട്ടിപ്പ് നടത്തിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ വിജിലൻസ് ഒരു കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇതിൽ അന്വേഷണം നടത്തുകയും തുടർ നടപടികളിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത്. സപ്ലൈകോയുടെ ടി ഡിവിഷൻ ഡെപ്യൂട്ടി മാനേജർ ഷെൽജി ജോർജിന്റെ സ്വത്തുക്കളാണ് പ്രധാനമായും എത്തിയിരിക്കുന്നത്. മറ്റൊരു കമ്പനി എന്ന് പറയുന്നത് ഫെലി ബെറി എന്ന് പറയുന്ന ടീ എസ്റ്റേറ്റ് ഉണ്ട്. അതുവരെയും സ്വത്തും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചില കടലാസ് കമ്പനികൾ ഈ ലേലത്തിലേക്ക് വരുന്നു. ഏതെങ്കിലും എസ്റ്റേറ്റിൽ നിന്ന് ഇത്തരത്തിൽ സപ്ലൈകോയ്ക്ക് തേയില നൽകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ എസ്റ്റേറ്റുകളിൽ നിർമ്മിക്കുന്നതായിരിക്കണമെന്നുണ്ട്. പക്ഷേ പലരും പല കടലാസ് കമ്പനികൾ ഉണ്ടാക്കുകയും ആ കമ്പനിയുടെ പേര് ഉപയോഗിച്ച് ആ കമ്പനിയുടെ പേരിൽ പലയിടങ്ങളിൽ നിന്ന് തേയില വാങ്ങിയും അത് സപ്ലൈകോയ്ക്ക് കൊടുത്തു എന്നാണ് കണ്ടെത്തിയിരുന്നത്. ഇതിൽ 9 കോടി രൂപ സപ്ലൈകോയ്ക്ക് നഷ്ടമുണ്ടായെന്നാണ് കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടർ നടപടി സ്വീകരിക്കുകയും ഇപ്പോൾ ഇതിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടികളിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത്. ഇതിന്റെ അന്വേഷണം പുരോഗമിക്കുന്നുവെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, സിജോ വി ജോണാണ് വിവരങ്ങൾ നൽകിയത്.